പറഞ്ഞാൽ എനിക്ക് രണ്ടുപേരെയും ഇതിൽ ഞാൻ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എനിക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ ഇവർ 6 മാസമായിട്ട് ഇവിടെ വന്നിട്ടാണ് നമ്മൾ പരിചയം വരുന്നത്. ഈ 6 മാസമായിട്ടും ഈ കുട്ടികളെ കുറിച്ച് നമുക്ക് യാതൊരുവിധ പരാതികളോ ക്ലാസ്സിൽ വരാത്തതോ ഇവിടെ യാതൊരു കച്ചറയും ഈ 2 കുട്ടികളും ഇല്ല. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. വേറെ അവർ വരുന്നു, അവർ വർക്കെല്ലാം കംപ്ലീറ്റ് ആണ്, അറ്റൻഡൻസിന്റെ കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ല. 2 കുട്ടികളും ഈ രീതിയിലാണ് നമുക്കിവിടെ സ്ഥാപനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സുഹൃത്തുക്കളാണ്. നമ്മൾ അറിയാൻ കഴിഞ്ഞ ഇവർ +1 +2 ഒരു സ്കൂളിലാണ് പഠിച്ചു വന്നിരിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ മുൻകൂട്ടി അറിയുന്ന കുട്ടികളാണ്. ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ അറിയാം. സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 9 മണിക്ക് ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ട് എംപ്ലോയബിലിറ്റി സ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ്സാണ് എടുക്കുന്നത്. അത് നമ്മൾ സ്മാർട്ട് ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുന്നു. അതിനുശേഷം 10 മണി വരെയാണ് ക്ലാസ് എടുക്കുന്നത്. 10 മണിക്ക് ശേഷം ഇവർ തിയറി ക്ലാസ്സിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞാൽ 10 മണിക്ക് ഇവിടെ പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ബെല്ലടിക്കുന്നതിന് മുമ്പേ പെട്ടെന്ന് ഉണ്ടായ ഒറ്റ ക്ലാഷ് മാത്രമാണ് നമ്മൾ കാണുന്നത്. നമുക്കവിടെ എങ്ങനെ ആരാ അത് ചെയ്തു എങ്ങനെ ചെയ്തു എന്നൊന്നുമില്ല. നമുക്ക് ആ ക്ലാഷ് നമുക്ക് അതാണ് CCTVയിൽ നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ഇല്ല, അങ്ങനെയൊന്നും ആയുധങ്ങളൊന്നും നമുക്ക്, കാരണം ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ അങ്ങനെ ഒരു ഇതായിട്ട് കണ്ടിട്ടില്ല. കാരണം നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുട്ടികളെ നമുക്ക് ഈ 6 മാസമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളെ പഠിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു, ഞങ്ങളൊക്കെ അധ്യാപനം ചെയ്യുമ്പോൾ കുറേ കാലമായി. അപ്പോൾ അങ്ങനെ ഒരു പിള്ളേർ, അത്ര ഒരു മോശമായിട്ടുള്ള പിള്ളേരൊന്നും ഇവിടെ പഠിക്കുന്നില്ല. പിന്നെ ഒറ്റപ്പാലം ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ അത്ര റൂറൽ ഏരിയകളാണ്. അങ്ങനെ പഠിക്കുന്ന പിള്ളേരൊന്നും അല്ല ഒറ്റപ്പാലത്ത്. ഒരുപക്ഷെ ഈ കിഷോർ സാജന്റെ മൂക്കിടിച്ചു ഒടിച്ചു എന്നൊക്കെ പറയുന്ന ഒന്നും കൂടെ പരിശോധിക്കുന്നത് നന്നായിരിക്കുമല്ലേ? പരിശോധിച്ചോട്ടെ. അത് നമുക്ക് സ്മാർട്ട് ഇത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഏത് CCTV മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ സ്മാർട്ട് ഇത് കൊടുക്കൽ മാത്രമാണ്. ഞങ്ങൾ കറക്റ്റായിട്ട് അത് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പോലീസ് സ്റ്റേഷനിൽ ഇത് നമ്മൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ 7 ദിവസം ചെയ്തിട്ടുണ്ട്. 19-ാം തീയതിയാണ് സംഭവം നടന്നിരിക്കുന്നത്. അതിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു സർ.